നമസ്കാരം. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യക്ക് അഭിമാനമേകുന്ന പദ്ധതികൾക്ക് രൂപം നൽകാനാണ് ISRO പദ്ധതിയിടുന്നത്. 2035ഓടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ നിലയം സ്ഥാപിക്കും. ഇതിലൂടെ ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും. കൂടാതെ 2040ഓടെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ ചന്ദ്രനിൽ ഇറക്കുകയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. 2035ഓടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ നിലയം സ്ഥാപിക്കും. ഇതിലൂടെ ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ഭാരതീയ അന്തരീക്ഷ നിലയം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. നിലവിൽ അമേരിക്കയും ചൈനയും മാത്രമാണ് സ്വന്തമായി ബഹിരാകാശ നിലയങ്ങളുള്ള രാജ്യങ്ങൾ. നേരത്തെ സോവിയറ്റ് യൂണിയനും സ്വന്തമായി ബഹിരാകാശ നിലയം ഉണ്ടായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലാണ് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്താൻ ഇനിയും വൈകുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത്. അപ്പോളോ യുഗത്തിനു ശേഷമുള്ള ആദ്യ ചന്ദ്ര ക്രൂ ദൗത്യമായ ആർടെമിസ് സെക്കൻഡ് ഇനിയും വൈകുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിക്കും മുമ്പാണ് ഇപ്പോൾ 2040 ഇന്ത്യക്കാരൻ ചന്ദ്രനിൽ ഇറക്കുമെന്ന പദ്ധതികളുമായി ISRO രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ 4 പര്യവേഷകരെ ചന്ദ്രനിൽ ചുറ്റിക്കറക്കാനും ശേഷം ഭൂമിയിൽ തിരിച്ചിറക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ആർടെമിസ് സെക്കൻഡ് ദൗത്യം. 2025 സെപ്റ്റംബറിൽ ആർടെമിസ് സെക്കൻഡ് ദൗത്യം സംഘത്തെ അയക്കാനായിരുന്നു നാസ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഈ ദൗത്യമാണ് ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുന്നത്. ഇതോടൊപ്പം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കാനായി 2026 അവസാനത്തോടെ ലക്ഷ്യമിട്ടിരുന്ന ആർടെമിസ് തേർഡ് ദൗത്യം 2027 മധ്യത്തോടെ നടക്കുമെന്നും നാസ അന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആർടെമിസ് ദൗത്യങ്ങൾക്കുള്ള ഓരിയോൺ പേടകത്തിലെ സുരക്ഷാ പ്രശ്നം പരിഹരിക്കാൻ വൈകുന്നതാണ് ആർടെമിസ് സെക്കൻഡ് വൈകാനുള്ള കാരണം. ഓരിയോൺ ക്യാപ്സ്യൂൾ അതിന്റെ ആദ്യത്തെ ക്രൂഡ് ഫ്ലൈറ്റിനായി തയ്യാറാക്കുന്നത് പൂർത്തിയാക്കാൻ അധിക സമയം ആവശ്യമാണ്. ബഹിരാകാശത്തേക്ക് പര്യവേഷകരെ അയക്കാനും ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചിറക്കാനുമുള്ള സാങ്കേതിക മികവ് ഓറിയോൺ ക്യാപ്സ്യൂളിൽ നാസയ്ക്കും പങ്കാളികൾക്കും ഉറപ്പേകേണ്ടതുണ്ട്. ഇത് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെയിൽസൺ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ബഹിരാകാശ മേഖലയിൽ ഇന്ത്യക്ക് അഭിമാനമേകുന്ന പദ്ധതികൾക്ക് രൂപം നൽകാൻ ISRO പദ്ധതിയിടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.